പകുതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും തയ്യൽ മെഷീനും വാഗ്ദാനം ചെയ്ത് തൊടുപുഴ സ്വദേശി അനന്തുകൃഷ്ണൻ തട്ടിയെടുത്തത് 1000 കോടിയിലേറെ രൂപയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പിന്റെ ചുരുളഴിയുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് വിവിധ ജില്ലകളിൽ തട്ടിപ്പിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനവും ഗൃഹോപകരണങ്ങളും. അനന്തുകൃഷ്ണന്റെ തട്ടിപ്പ് വാഗ്ദാനത്തിൽ സംസ്ഥാനത്തെങ്ങും പരാതി പ്രളയം. വൻകിട കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ച് പാതി വില വാഗ്ദാനം ചെയ്ത് അനന്തുകൃഷ്ണൻ തട്ടിയ തുക 1000 കോടിയിലേറെ. പ്രതിയുടെ ഒരക്കൗണ്ടിൽ മാത്രമെത്തിയത് 400 കോടി. കണ്ണൂരിൽ മാത്രം 2000-ലേറെ വനിതകൾ പരാതിയുമായി രംഗത്ത്. 100 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ വണ്ടി കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഗ്രൂപ്പിൽ ഇതിന്റെ അപ്ഡേഷൻ ചോദിക്കലുണ്ട്. അപ്പോൾ അപ്ഡേഷൻ ചോദിക്കുന്നതിന് നമുക്ക് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ കോളുകൾ വന്നിട്ടുണ്ട്. ഫസ്റ്റ് തയ്യൽ മെഷീൻ കൊടുത്താൽ 7000 രൂപേൻ്റെ തയ്യൽ മെഷീൻ ഒരു 3800 രൂപ അടച്ചാൽ തയ്യൽ മെഷീൻ കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് കിട്ടി. അപ്പോൾ സ്വാഭാവികമായും ഒന്ന് കിട്ടി ഞാൻ വിശ്വസിക്കുമല്ലോ. മണി ചെയിൻ മാതൃകയിൽ ആളെ ചേർത്തത് പ്രാദേശിക തലത്തിൽ രൂപീകരിച്ച സീഡ് സൊസൈറ്റികളും പ്രൊമോട്ടർമാരും വഴി. സാമൂഹ്യ പ്രവർത്തകരെയും പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളെയും സൊസൈറ്റിയുടെ കോർഡിനേറ്റർമാരായി നിയമിച്ചു. പകുതി വിലയ്ക്ക് ഓണക്കിറ്റും ഗൃഹോപകരണങ്ങളും നൽകി ആദ്യം ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചു. 700ഓളം പരാതികളാണ് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ലഭിച്ചിരിക്കുന്ന പരാതികളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കണ്ണൂർ ടൗണിൽ 168/25 എന്ന രീതിയിൽ ചീറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു FIR പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കണ്ണൂർ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ പരാതിക്കാർ സംഘടിച്ചു. അവർക്ക് ആർക്കും ഇതിൽ നമുക്ക് തൃപ്തരല്ല. നമുക്ക് അനന്തകൃഷ്ണൻ മാത്രം കേസെടുത്താൽ പോരാ, ഇവർക്കെതിരെ കേസെടുക്കണമെന്നാണ്. അനന്തകൃഷ്ണനെ കസ്റ്റഡിയിലെടുത്ത് സമഗ്രമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. ഓൾറെഡി ആ രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അറസ്റ്റ് ആൻഡ് റിമാൻഡായി. ബാക്കി ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് എല്ലാ നടപടി വളരെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കെതിരായ ആരോപണത്തിൽ തെളിവുണ്ടെങ്കിൽ അന്വേഷണം നടത്തുമെന്നും പോലീസ്. കൂടുതൽ പേർക്ക് തട്ടിപ്പിൽ പങ്കുണ്ടോയെന്ന് അന്വേഷിക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24.